നമസ്കാരം. 2026 വിഷു ഫലം. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, മുക്കാൽ നക്ഷത്രക്കാർക്ക്, ഈ രാശിയിൽപ്പെട്ടവർക്ക് 7 ശനിയുടെ ഒരു കാലഘട്ടമാണ്. വ്യാഴം ഇവർക്ക് ജൂൺ വരെ അനുകൂലസ്ഥനല്ല. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ കുറേയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ്. വർഷത്തിന്റെ ആദ്യം, അതായത് ജാനുവരി തൊട്ട് ഈ വിഷു വരുന്ന ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും മനോദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. 2026 വിഷുവിന് ശേഷം ഈ മേടം രാശിക്കാർക്ക് വ്യാഴം ദോഷപ്രദനാണ് എങ്കിലും സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് മേലധികാരികളുടെയൊക്കെ അപ്രീതിയൊക്കെ അനുഭവിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. എന്ത് ചെയ്താലും ഏത് ചെയ്താലും മേലധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല ഒരു അനുഗ്രഹമായിട്ടോ സന്തോഷമായിട്ടോ ഉള്ള വാക്കുകളൊന്നും ഇവർക്ക് കേൾക്കാൻ സാധിക്കുന്നതല്ല. ധനവരവിന് തടസ്സങ്ങളൊക്കെ വന്നുപെടാം. ധനസ്രോതസ് കിട്ടാനുള്ള പണമൊക്കെ കിട്ടാൻ തടസ്സമൊക്കെ ഉണ്ടാകാം. വർഷമധ്യത്തോടു കൂടി ഇവർക്ക് ആദായം ലഭിക്കാൻ ജൂൺ മാസത്തിന് ശേഷം ഏതാണ്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറോട് കൂടി ഇവർക്ക് ധനസ്രോതസ്സുകൾ എന്തെങ്കിലും കിട്ടാനുള്ള പണമൊക്കെ കിട്ടാനായിട്ടൊക്കെ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. മാതാപിതാക്കളുമായിട്ട് ബന്ധുക്കളുമായിട്ടൊക്കെ രമ്യതയിൽ വർത്തിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. ആവശ്യമില്ലാത്ത കലഹങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും മുതിരാതിരിക്കുന്നത് വർഷാദ്യം വളരെ നന്നായിരിക്കും. കോടതി വ്യവഹാരങ്ങളൊക്കെ പ്രതികൂലമാകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട് പുതുക്കി പണിയുകയും അതുപോലെ തന്നെ പണി തീർന്ന ഭവനത്തിൽ താമസയോഗ്യമാക്കാനും വർഷാവസാനത്തോടു കൂടി സാധിക്കുന്നതാണ്. എങ്കിലും ധാരാളം അലച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകാനൊക്കെ യോഗം കാണുന്നുണ്ട്. തൊഴിലിലെ സ്ഥാനഭ്രംശം വരാതിരിക്കാൻ നോക്കുക. പുതിയ ബിസിനസ്, പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് ധാരാളം പണം മുടക്കി അത് ചെയ്യുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. സിനിമാ രംഗത്ത്, നാടക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ നേട്ടങ്ങളൊക്കെ വർഷാവസാനത്തോടുകൂടി വന്നു ചേരാം. മനോദുഃഖം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ശ്രവിക്കാനും അതുപോലെ തന്നെ അത് കൂടുതൽ മനോദുഃഖത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. ഉന്നതരായ ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നത് ബിസിനസ് തലത്തിൽ ആളുകൾക്ക് നന്നായിരിക്കും. തൊഴിൽ രംഗത്ത് കൂടുതൽ പ്രതിബന്ധങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നതുകൊണ്ട് ഉന്നതരായ ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നിങ്ങളൊന്ന് ഏൽക്കുന്നതും അത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ നന്നായിരിക്കും. എന്തായാലും ഈശ്വരാനുഗ്രഹം കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും എന്താണോ നിങ്ങൾക്ക് സാധിക്കുന്ന ആ തരത്തിലുള്ള, ഈ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥനകളാണ്, നാമജപമൊക്കെയാണ് സാധിക്കുന്നെങ്കിൽ അതിന് സമയം കണ്ടെത്തി കൂടുതൽ ഈശ്വരാനുഗ്രഹം നേടുന്നതിന് സമയം കണ്ടെത്തുക. കൂടുതലായിട്ടുള്ള ദോഷ ഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശാന്തി നിവാരണത്തിനുമായിട്ട് നിങ്ങൾ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുക. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നിങ്ങളുടെ ദശാകാലവും ദശാന്തരകാലവും ഒക്കെ നോക്കിയിട്ട് ആ ദേവനെയും കൂടെ മൂർത്തിയെയും കൂടെ ഭജിക്കുന്നതും ധർമ്മദേവതകൾക്കും കുലദേവതകൾക്കും ഒക്കെ പ്രാർത്ഥനകൾ നടത്തുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും.